തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിർണായക രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരികയാണ്. ജമാഅത്തെ ഇസ്ലാമി SDPI സംഘടനകൾക്കെതിരെ താൻ പറഞ്ഞ കാലത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് അന്ന് പറഞ്ഞത് തന്റെ വ്യക്തിപരമായ നിലപാടായിരുന്നു. അതിന്റെ പേരിൽ കൂടെയുള്ള മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നഷ്ടപ്പെടാൻ കാരണമാകരുത് എന്നും KM ഷാജി റിപ്പോർട്ടറിന്റെ നേരോ നേതാവെ അഭിമുഖത്തിൽ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞ KM ഷാജി ഈ തെരഞ്ഞെടുപ്പിൽ അതേ നിലപാട് ആവർത്തിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ഇനിയും 3-3.5 മാസക്കാലം സമയം ബാക്കിയുണ്ട്. ഞാൻ ആ പറഞ്ഞ സാഹചര്യം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞു. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ അവർക്കെതിരെ പോരാട്ടം നടത്തുക. ഇപ്പോഴും അല്ലല്ല, ഞാൻ യൂത്ത് ലീഗ് പ്രസിഡന്റ് അല്ലല്ല, ഈ മതരാഷ്ട്രവാദത്തിനെതിരെ ഇപ്പോഴും പോരാട്ടത്തിലാണ്. അല്ല, അന്നതല്ല, അതിൻ്റെ ഫ്രണ്ടിൽ ഞാനാണ്. എന്നെ വിശ്വസിച്ചിട്ടാണ് എത്ര ആളുകൾ പരിക്ക് പറ്റി, എത്ര ആൾ കൊല്ലപ്പെട്ടു. എന്നിട്ട് ഞാൻ പോയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോംപ്രമൈസ് നിൽക്കാവുന്ന അത്രമേൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന സമയമാണത്. ആ ഫൈറ്റിന്റെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലില്ല. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ സമീപനം എടുക്കേണ്ടത് ഐഡിയോളജിക്കലി അല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ സമീപനം എടുക്കേണ്ടത്, അവരെ ഒറ്റപ്പെടുത്തേണ്ടത്, അവരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതിനൊക്കെ ആ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിന്താവിഷയ ശ്യാമളയിൽ ശ്രീനിവാസൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, പാർട്ട് ടൈം ഭക്തി, അങ്ങനെ ഒരു ഭക്തി ഉണ്ടോ എന്ന് പറയുന്നത് പോലെ ഒരു പാർട്ട് ടൈം വിരോധം അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമല്ല. എൻ്റെ വിരോധത്തിന് എൻ്റെ അഭിപ്രായങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. അത് ഒരു പക്ഷേ നമ്മളുടെ ഒരു മീഡിയ റൂമിലെ ചെറിയൊരു ഡിസ്കഷനകത്ത് വിശദീകരിക്കാനൊന്നും പറ്റിക്കോണമെന്നുണ്ടാവില്ല. പക്ഷെ അതിലെനിക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. അതിൽ ഞാനൊരു കാപട്യം കലർത്തുന്ന പ്രശ്നമേ ഇല്ല. വ്യക്തിപരമായി അഴീക്കോട് മത്സരിക്കുമ്പോൾ SDPയുടെ വോട്ട് വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും വേണ്ട എന്ന് പറഞ്ഞ ഒരു RSSൻ്റെ വോട്ട് സ്വാഭാവികം. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്നറിയോ? അന്ന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. കേരളം മുഴുക്കെ ഞാൻ SDPIക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിക്കലായിട്ടുള്ള ഇഷ്യൂസിനെതിരെ സമരം ചെയ്യുന്ന കാലമാണ്. ഞാൻ മത്സരിക്കാൻ പോവുക. മത്സരത്തിൽ വോട്ട് വാങ്ങേണ്ട ഘട്ടം വരുമ്പോൾ ഞാൻ എൻ്റെ സ്വഭാവം മാറ്റുക. ഞാൻ പറഞ്ഞു, ഞാൻ തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, തങ്ങളുടെ മാത്രം പെർമിഷനോട് കൂടിയാണ് അത് പറയുന്നത്. ഇത് കേരളത്തിൽ മത്സരിക്കുന്ന ഒരു ലീഗുകാരനും ബാധകമാണെന്നല്ല. ഞാൻ ഇന്ന് വരെ പറഞ്ഞ ഒരു ആശയത്തിൻ്റെ പേരിൽ എൻ്റെ പിറകിൽ നിന്ന പ്രവർത്തകരോട് ഞാൻ പറയുന്നു, തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലും ഞാൻ അവരോട് കോംപ്രമൈസ് ഇല്ല. പക്ഷേ ഞാൻ ഈ ഫ്ലോറിലിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലക്കാണ്. മത്സരിക്കുന്ന എല്ലാവർക്കും ഷാജിയുടെ ബോധ്യങ്ങളുമായി എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു ഡാമേജ് വരുന്നതിനെ എനിക്ക് ഭയപ്പാടുണ്ട്. ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജിയുമായി ഞങ്ങളെ ഡിജിറ്റൽ ഹെഡ് ജിമ്മി ജെയിംസ് നടത്തിയ പ്രത്യേക ഇലക്ഷൻ അഭിമുഖം നേരോ നേതാവെ കാണാം 12:30. വിശദാംശങ്ങൾ അപ്പോൾ.